لا إله إلا الله لا إله إلا الله محمد رسول الله محمد رسول الله محمد رسول الله صلى الله عليه وسلم. ജമാഅത്തിന്റെ അപ്പോസ്തലൻ മൗലൂദി സാഹിബ് കൊടുക്കുന്ന ഫത്വ അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്നും തിരുവേദിയുടെ സുന്നത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്. ഈ കാര്യം അഥവാ കുത്തുബ ചെയ്യാമെന്നാണ് എന്റെ അഭിപ്രായം. അഥവാ അത് ചെയ്യുന്നതിനാണ് കൂടുതൽ ഉത്തമം. അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യാതിരിക്കേണ്ടതാണ്. അഥവാ ചെയ്യാതിരിക്കലാണ് ശരിയിരിക്കുന്നത്. അങ്ങനെ ഒന്ന് പറയാം. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്നും തിരുമേനിയുടെ സുന്നത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്. ഈ കാര്യം ചെയ്യാമെന്നാണ് എന്റെ അഭിപ്രായം. അഥവാ അത് ചെയ്യുന്നതിനാണ് കൂടുതൽ ഉത്തമം. അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യാതിരിക്കേണ്ടതാണ്. അഥവാ ചെയ്യാതിരിക്കലാണ് ശരി. ക്രമത്തിലുണ്ടാകുന്നത് യാത്രകൾ അവരുണ്ടാകുന്നതാണ് ശരി. മനസ്സിലാക്കുന്നത് ഇതെന്താ പറയാൻ വല്ലതും വായിച്ചാണോ? എത്രയോ ശരി ഞാൻ പറഞ്ഞു യാത്രാക്കി ശരി വരാം. ഇത് പുതിയ പഠിപ്പാണ്. പഴയ പഠിപ്പിലുള്ള പഠിപ്പ് അങ്ങനെ തന്നെ പുതിയ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നു പച്ച മലയാളത്തിൽ വിമർശനം ചെയ്ത മൗലൂദികൾക്ക് പോലും പറയുണ്ടായില്ലല്ലോ. ഒരു ഇപ്പോഴത്തെ ജമാഅത്താണോ വിമർശനം ചെയ്തത്? അത് അവർക്ക് ചിന്തിക്കേണ്ടതിന് ഇല്ല വസ്തുവൊട്ട് കത്തിച്ച് കടമുള്ള കയ്യിൽ മൗലൂദിക്ക് പറ്റിയല്ലോ. പിന്നെ നാടകം കളിക്കുന്നതിന് അനുഭവമുള്ളൂ. ഇവരുടെ ഓരോ കാര്യങ്ങൾക്കും വെച്ചാൽ നിൽക്കുന്നതാണ്. ഓപ്പോസിറ്റായിട്ട് എല്ലാ കാര്യങ്ങളും അതില്ലാത്തതൊന്നും കാലത്തിന്റെ പുസ്തകം മുഹമ്മദ് കാലത്തിന് എല്ലാം നേരിട്ടുണ്ട്. ജമാഅത്ത് ഇസ്ലാമിന്റെ ജീവിച്ചിരിക്കുന്നവരാണ് അദ്ദേഹത്തിന്റെ പുസ്തകം. ഇതിന്റെ പേര് ഹജ്ജ് യാത്ര. പക്ഷേ ഈ പുസ്തകത്തിൽ കുറെ വിദ്യാർത്ഥികൾ പറയുന്നുണ്ടെങ്കിലും സത്യങ്ങളൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട്. എന്താണത്? പുസ്തകത്തിന് 139 പേജിൽ മദീന പള്ളിയിൽ സന്ദർശിച്ചപ്പോൾ ഉണ്ടായ അനുഭവം അദ്ദേഹം പറയുന്നു. ഉജ്ജ്വലമായ ഹുതുബ. മദീനയിലെ താമസത്തിനിടയിൽ മസ്ജിദുൽ നബവിയുടെ ജുമുഅയെ സംബന്ധിച്ച അവസരം ലഭിച്ചു. ഇസ്ലാമിക ലോകത്തെ വലയം ചെയ്ത ഇടത്തുകളിലേക്ക് വഴിക്കമ്മിക്കുന്ന ഹുതുബ ഉജ്ജ്വലവും ഭക്തിജന്യവുമായിരുന്നു. അതിന്റെ ഹുതുബ ഉജ്ജ്വലവും ഭക്തിജന്യവും എല്ലാ തീരാനായിരുന്നത് ആയിരുന്നു. ജീവിതത്തോടും ഹുതുബയും നമസ്കാരവും അരമണിക്കൂർ കൊണ്ട് അവസാനിച്ചു. അപ്പോ അരമണിക്കൂർ കൊണ്ട് അവസാനിച്ച ഭക്തിജന്യമായ ഹുതുബയും ജമാഅത്താരെ ഹുതുബയോ അടക്കുന്ന നിലവാരം റബ്ബർ സീറ്റിന് കാറ്റുകൊണ്ടതും നേരത്തെ വില ഇടുന്നതും ഏക്കൂടി പാമ്പോയിൽ വന്നതും അങ്ങനെ തുടങ്ങിയിട്ട് കത്തുവല്ല വില കൂടിയതും ഗ്യാസിന് വില കുറഞ്ഞതും അങ്ങനെ എല്ലാ സമനിലവാരും പറഞ്ഞു മണിക്കൂർ കഴിഞ്ഞു എന്ന ഹുതുബ. അല്ല പള്ളി മദീന സമാജത്തിന് അന്തരീക്ഷ മലിനീകരണം. ഞാൻ പറഞ്ഞല്ല, ഇവർക്ക് എഴുതിയതുണ്ട്. നമ്മൾ നിർവഹിക്കുന്നില്ല വായിക്കാം. ഞാൻ വായിച്ചതാ. ഇവരെ ഹുതുബയെ സംബന്ധിച്ച് അവർക്കെന്നെ മോശമാക്കിയത് ചുരുക്കട്ടെ. അത് അത്യതാന്തരമായ ഹുതുബ. അരമണിക്കൂർ കൊണ്ട് ഹുതുബയും കഴിഞ്ഞു, ഉച്ചാരവും കഴിഞ്ഞു. ജീവിതത്തോളൂ മസ്ജിദുൽ ഹറാമിൽ എന്ന പോലെ ഇവിടെയും എവിടെ മൈദനിലല്ല മദീനയിൽ ആ കേട്ടോളൂ. ഇവിടെയും ജുമുഅക്ക് 2 ബാങ്കുണ്ട്. മാറ്റി സംസാരേ നിങ്ങളാണല്ലോ അടിച്ചടക്കുന്ന പുസ്തകം. നിങ്ങളുടെ കാശ് കൊടുത്തുവാകുന്നത് നിങ്ങളുടെ അടുപ്പിക്കുന്നത് അതെങ്കിലും വായിച്ചോട്ടിക്കൂടെ? അതൊക്കെ എന്താണ്? അതിനിടയിലെ ജുമുഅക്ക് 2 ബാങ്കുണ്ട്. ആരാ പാണ്ഡവരും തുടങ്ങിയതാ? അതോ ഹൈസകൾ തുടങ്ങിയതാണോ? ആരാ തുടങ്ങിയത്? കേട്ടോളൂ. ഭരണകൂടവും പണ്ഡിതന്മാരും തലസികളാണെങ്കിലും ഭരണകൂടവും പണ്ഡിതന്മാരും തലസികളാണെങ്കിലും ഇതിലൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. മാറ്റം സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിലേക്ക് പറയാനും പണ്ടുകൾ കണ്ടുകയാണ്. അതല്ലേ പോകേണ്ടത്, അതല്ലേ പിൻപറ്റേണ്ടത്. ആത്മീയത എന്ന് പറഞ്ഞാൽ ഐക്യത്തിറക്കുന്നതാണോ? ആത്മീയത മോദിന്റെ പരിശോധന ചെയ്തതാണോ? അല്ല. നബിയിൽ നിന്ന് സാപത്ത് വരച്ചതാണോ? അവരെ സാധ്യത വരച്ചതാണോ?
പഠിച്ചതാണോ? ആണെന്നല്ലേ നിങ്ങൾ ഇതിലേക്ക് അവസാനം പറയുന്നത് ഞാൻ വഹിക്കാം. തിരിച്ചത്തേക്കത്തോളൂ. അപ്രകാരം തന്നെ എപ്രകാരം രണ്ട് വാങ്ങുന്നത് പോലെ പറഞ്ഞു. തറാവീഹ് നമസ്കാരം കുടിച്ചവകൾ എല്ലാ കൂട്ടരെ കാടി കുടിക്കുമോ ഓടി കുടിക്കാനൊരു കഴിയും. ഇതെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ട്. അതിന് വേണം ബുദ്ധി. നാളാൻ കഴിച്ചാൽ ബുദ്ധിന്റെ ആവശ്യമൊന്നുമില്ല. അതേത് കോപ്പറാറ്റിന്റെ ആവശ്യം കാണിക്കുക. ആത്മീയ ഒറിജിനൽ ഏതാണ് മനസ്സിലാക്കാൻ ബുദ്ധി വേണം. അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട. ജമാഅത്തിന് അതാണ് ആദ്യത്തെ ബുദ്ധിയൊന്നും വേണ്ട. അതിന്റെ നൂറ്റാന്റെ ബുദ്ധിയും വേണ്ട. മൂന്നാമത്തെ കുഞ്ഞപ്പോ ആകാതെ മറ്റുള്ള ആ കോലത്തിലാകാതിരുന്നോടി ഇത് ചിന്തിക്കുന്നത് കളഞ്ഞമായ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് അറേബ്യൻ രാഷ്ട്രത്തിലൂടെ കറങ്ങി മദീനയിൽ പോയി വന്നിട്ട് കാര്യമായിട്ട് എഴുതുക. രണ്ട് ബാങ്കുണ്ട് കണ്ടിട്ടുള്ളവരുടെ അതേപോലെ സരക്ഷിതരാണെങ്കിലും ആരെങ്കിലും മാറ്റി വെച്ചിട്ടില്ല. അതങ്ങനെ ഇന്നലെ തുടരുന്നു. ജമാഅത്തിന്റെ വഴിവെട്ടതല്ലത്. അത് കാണാൻ ഈ പ്രത്വം പറഞ്ഞാൽ എട്ട് മുമ്പാണ് ഈ പ്രത്വണ്ടാവില്ല. മഹാമാരി നയിച്ചതോ പിന്നെ അതിനെ മൗന ജാഥാ ജിന്ദാബാദ് അല്ലേ? നിങ്ങൾ ഓർത്തിലാക്കുന്നുണ്ടാകും. ഇസ്ലാമിലാകും എനിക്കില്ലാത്തത്തോടും വെള്ളിയാഴ്ചയിലെ ബാങ്കും തറാവീഹ് നമസ്കാരം നേരത്തെ ഉണ്ടായിരുന്നതുപോലെ നിലനിർത്തി. ആ പേരിട്ടോ ചെന്നിട്ട് തുടങ്ങിയതെല്ലാം അവർക്ക് കൊണ്ടുവരുന്നത് എവിടെ ഇന്ന് ഏറ്റവും കൂടുതൽ ഹജ്മാർ ഗവൺമെന്റിന്റെ ഓഫീസിൽ അച്ഛനുമായി ദിവസമില്ല. ഇന്നലെ അജ്ഞാന്തിന് ആയിരത്തി എന്ന് ഇപ്പോൾ പുറത്തുള്ള പ്രവൃത്തികൾ കൊണ്ട് ആദ്യമായിട്ട് തയ്യാറായി എത്തിയെത്തണോ? ബഹുമാനപ്പെട്ട തങ്ങൾപ്പാപ്പ മാറ്റത്തിൽ കൊടുക്കുവാനാകട്ടെ. ആ തങ്ങൾപ്പാപ്പ ആർക്ക് ജോലി എത്തിയിട്ടും ജനങ്ങൾ എടുക്കില്ല. ഏതാണോ ആ വന്ന കൂട്ടുകളൊക്കെ സുന്ദരങ്ങളുടെ അഭിപ്രായം എല്ലാ ഒരുവന്റെ പോലെ എല്ലാം ഉണ്ടാവും. പക്ഷെ ഇങ്ങനെയൊക്കെ തരത്തിലേക്ക് ദ്വാരിട്ടുണ്ട്. മഹാരാജ് തങ്ങൾപ്പാപ്പോടൊക്കെ നേരത്തെ പറക്കാണ് ഇങ്ങനത്തെ ദ്വാ ഞങ്ങളെ കയ്യിൽ ഒരുപാട് വിട്ടിട്ടില്ലല്ലോ. ദ്വാരിട്ടാമത്തെ കാണാൻ വിട്ടില്ല. കൂട്ടുകാരാകുന്ന മൗലികളെ കണ്ടാൽ തെങ്ങ് കാണുന്ന അപ്പുത്തന്നെ വൈകിട്ടാവുന്നല്ലോ. ഇന്നപ്പം വരുന്ന ഓടിമാരുമാരും വരില്ല. ഹിന്ദുവിന്റെ ഹാദിയ കഴിഞ്ഞ് മുജാദി സീതന്മാരൊക്കെ വായിക്കാൻ നോക്കുന്ന സമയം തീരെ അനുവദിക്കുന്നില്ല. നിങ്ങൾ സ്വീകരിച്ച് 8 മിനിറ്റ് വരെ സെക്കൻഡുണ്ട്. അതേതായാലും ശരി അതൊക്കെ മാതൃകയിൽ ഫോട്ടോ എഴുതാൻ വന്നതാ. ഈ മുജാദി സീതന്മാരും ജമാഅത്ത് രാമോദരന്മാരും ഒക്കെ കൂട്ടുപോകാൻ കണ്ടാക്കുന്ന ആത്മീയത തോന്നുന്നുണ്ട്. അതിനെന്തെങ്കിലും ദേശത്തിൽ കാണുമ്പോൾ ആത്മീയത റസൂലുള്ളാഹിക്കാളും ആത്മീയത തോന്നുന്നു. ഔലിയാക്കളുടെ ആത്മീയത ഇസ്ലാമിന് മുൻകാല ചരിത്രം പരിശോധിച്ചോ താരെ തോന്നത്തെ ഏതെങ്കിലും ആളുകളുണ്ട്. ഇപ്പത്തിനാട്ടോടുക്കുന്നത് മൗദൂദി അടക്കമുണ്ടായിരുന്നാലും തൊട്ടിലേതെങ്കിലും വെച്ചിരിക്കും. മുൻകാലത്ത് കഴിഞ്ഞ എല്ലാ ആളുകളും അങ്ങനെത്തല്ല. ഇവരാണെങ്കിലോ ജമാഅത്ത് ഇസ്ലാമിക്കാരെ നിർത്തിക്കുന്ന വെച്ചാൽ ഇടി വച്ച് തെളിക്ക് വെച്ചവരുണ്ടാവും. അതിന് പച്ചത് മുകളിൽ കുറച്ച് ഉണ്ടാവുക. അതിവിടെ വെച്ചവരങ്ങനെ തന്നെ എന്റെ മഹാന്മാരായ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും തമിഴ്ക്കാരിലും ഒരു താത്മീയത അവർക്കില്ല. അതൊക്കെ പൊട്ടിച്ചെറിയുക. പിന്നെ എങ്ങനെ കിട്ടിയത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്നെ സ്വർണ്ണ വന്ന രൂപ മാറ്റിച്ചില്ല. വായിക്കാൻ സമയമില്ല. ഇത് സ്വർണ്ണം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പുതിശ്വാസിയായിട്ടുള്ള അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം എന്ന് പറയുക ഈ രൂപത്തിൽ സഹായിച്ചു കഴിഞ്ഞ മാറ്റിക്കൊണ്ട് പുതിശ്വാസിയായത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചടക്കം സാധാരണ മനുഷ്യൻ ബോധ ധരിച്ചു സാധാരണ കുഞ്ഞിനെ പോലെ വളർന്നു സാധാരണ
മരിച്ചു പ്രബോധനത്തിലേക്ക് ഇറങ്ങുക, സഹാബത്തിനെ പറ്റിലേക്ക് ഇറങ്ങുന്നില്ല. പക്ഷേ ആ റസൂലുള്ളാഹിങ്ങളിൽ വഫാത്തായ ശേഷവും ആ ആത്മീയത അംഗീകരിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അത് മനസ്സിലാക്കിയ ജൂതന്മാർ ഇസ്ലാമിന്റെ ശത്രുക്കൾ ചിന്തിച്ചു, ഈ ആത്മീയ പുരുഷന്മാരെ ഇവരുടെ മനസ്സിൽ നിന്ന് മാറ്റാത്ത കാലത്തോളം ഒരിക്കലും തന്നെ ഇവരെ അനിവാര്യമായി തകർക്കാൻ കഴിയില്ല, ആത്മീയ തകർക്കാൻ കഴിയില്ല. അതുകൊണ്ട് പുരോഹിതന്മാരായി ചിത്രീകരിക്കണം പണ്ഡിതർ. ആത്മീയ സദസ്സുകളേക്ക് കൂട്ടാറ്റമായി ചിത്രീകരിക്കണം. അതിന് അസ്ഥാനം വാങ്ങിയില്ല. ഉൽപ്പന്ന സൃഷ്ടിയുടെ ഒരു വകഭേദമാണ് ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമി. എന്തുകൊണ്ട് കേട്ടോളൂ, ഈ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ മദീനയെ സംബന്ധിച്ച് എഴുതിയിട്ട് പറയുന്നു. മദീനയിൽ ഞാൻ പ്രവാചകന്റെ ഖബറിന് പ്രത്യക്ഷത്തിൽ ഒരു പ്രത്യേകതയും ഇല്ല. ഇത് മദീനത്ത് പോയ കണ്ണുവട്ടന്മാരൊരു നമ്മില്ല. ഒരൊറ്റ പ്രാവശ്യമായി അറിയുന്നു മദീനയിൽ റസൂലുള്ളാഹിയുടെ മക്കളൊക്കെ പ്രത്യേകതയുണ്ട്. ഭാഗം പന്ത്രണ്ട് അതിനൊരു ജില്ലയുണ്ട്, ഉള്ളിൽ 10 വീട് കിട്ടിയിട്ടുണ്ട്. അതിന്റെ 2 ഭാഗത്തും പോലീസുകാർ നിൽക്കുന്നുണ്ട്, ചുറ്റുഭാഗത്ത് ആളുകൾ നിൽക്കുന്നുണ്ട്. ആ ഓരോ തോട്ടുകൂടുന്നുണ്ട്. അങ്ങോട്ട് കുഞ്ഞു നിശ്ചയിക്കുമ്പോൾ അപ്രവശിക്കുക, അങ്ങോട്ട് കുഞ്ഞു വാസിക്കുമ്പോൾ അപ്രവശിക്കുക എന്ന് പറഞ്ഞ തിരിക്കുന്നുണ്ട്. അവരുടെ വെച്ചിരിക്കുന്നത് 3 വോട്ട് കഴിഞ്ഞ് 3 ഫോർക്ക് സലാം പറയുക, സലാം പറയുക, സലാം പറയുക. നോക്കിയാലും കാണാവുന്ന രീതിയിൽ ആ റസൂലുള്ളാഹികൾ ആ മക്ക പറയുന്ന മുതൽ പച്ചക്കുബയില്ലേ എല്ലാവർക്കും അറിയത്. എന്നിട്ട് പറയുന്നത് എന്താണ്? പറയുന്നത് സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിയുടെ ഖബറിൽ പ്രത്യക്ഷത്തിൽ ഒരു പ്രത്യേകതയില്ല. പക്ഷേ റസൂലുള്ളാഹിയുടെ മുന്നിൽ നോക്കുന്നത് വലിയ പുസ്തകം എഴുതിയിട്ട് ആ പുസ്തകത്തിൽ റസൂലുള്ളാഹിയുടെ ഖബറിൽ ഒരു പ്രത്യേകതയില്ല എന്ന് എഴുതിയപ്പോൾ നേരെ പുറം കട്ടയിൽ 10 കട്ടയിൽ തന്നെ റസൂലുള്ളാഹിയുടെ ജാറത്തിന്റെ ഫോട്ടോ നിങ്ങൾ അന്നദാനക്കാരെ ഇത്ര കേൾക്കാനോ പരിപാടി ഇത്ര കേൾക്കാനോ പരിപാടി എന്റെ പുസ്തകത്തിൽ ഉണ്ടായില്ല. ഒരു പ്രത്യേകത റസൂലുള്ളാഹി നമുക്ക് നടത്തില്ല. പക്ഷേ 10 കുബന്റെ ഫോട്ടോ കൊടുക്കുക, ബുദ്ധി മരവിച്ചു പോയോ? എന്റെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ മക്കളെ തന്നെ ഒന്നുമല്ലാതിയാക്കിയാൽ ബാക്കിയുള്ള ജാറങ്ങളുടെ ാനുമൊക്കെ നശിപ്പിക്കാൻ നിഷ്പ്രയാസം കഴിയും. അത് ചിന്തിച്ചുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമി ആളുകൾ പുസ്തകം എഴുതിയത്. പക്ഷേ ലോകത്ത് മുസ്ലിംകവരില്ല. ഈ മക്കബറകളിലൂടെ ആത്മീയതയെന്ന് കണ്ടപ്പോൾ മക്കബറകളെ പരിരക്ഷിക്കാൻ തുടങ്ങി. ഭക്തിയില്ല, ആളുകൾ ഇപ്പോഴും മക്കബറകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ അത് സമാധാനത്തില്ല എന്നല്ല. മൗദൂദി ആത്മകഥയുണ്ടെങ്കിൽ ഈ പറയുന്നത് മൗദൂദിയുടെ വാപ്പ മക്കബറിൽ എണീക്കാനായിരുന്നു. മൗദൂദിയുടെ വാപ്പ അവസാനം സ്ഥാനത്ത് തന്നെ നിലാബുദ്ദീന്റെ ചെലവിന്റെ മക്കളെന്ന് തൊട്ടാക്കി മക്കളായി പോകാൻ സൗകര്യത്തിന് പോരാ. അദ്ദേഹത്തിന്റെ വാപ്പ ആംഗ്ലേയ വേഷം ധരിച്ചുകൊണ്ട് കഴിക്കുന്നത് കണ്ടപ്പോൾ സ്വാഭാവികമായും ഒരു മുസ്ലിം വ്യക്തിയല്ല എന്ന് മനസ്സിലാക്കി കടന്നു പോയി നിർത്തിവെച്ചു. ഇതൊക്കെ മൗദൂദി തന്നെ ആത്മകഥയിൽ എഴുതുകയാണ്. നിങ്ങള് അത് മലയാളത്തിലേക്ക് 25 ഗ്രന്ഥവും ഉണ്ട്. പക്ഷേ മക്ബറകളിലെ ആത്മീയതയെ തകർച്ചിട്ടും എതിർത്തിട്ടും തകരുന്നത് കണ്ടപ്പോ ഇപ്പോൾ ഇറങ്ങിപ്പിടിച്ചിരിക്കുന്നത് ഉറുക്കി മന്ത്രം നേരത്തിൽ പിന്നാലമായിട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ശരീരം നാരായണം കളിക്കാം. ഒന്നാമത്തെ പറഞ്ഞതും ചെയ്യുന്നുണ്ട്. ഇതൊരു വിശ്വാസിക്കുന്ന സദസ്സായിട്ടുണ്ട്. ഈ ചെരുപ്പ് കണക്കിന് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിന്റെ തത്വം, ആ സത്യങ്ങൾ പ്രയോഗിച്ചുകൊണ്ടുള്ള നാടകമാണ്. ഞാൻ നാടകത്തിൽ ബഹുമാനപ്പെട്ട ഖലീഫകൾ കാപ്പാട് പോകണം. മാതാ അമൃതാനന്ദ മൈന്റെ വേഷം
എന്നിട്ട് ഇവിടെ വർഗീയ സ്പർദ്ധ ഉണ്ടാക്കാൻ, വർഗീയത ഉണ്ടാക്കാൻ, ഇസ്ലാമിനെ പറ്റി നവദേശം മനസ്സിലാക്കാൻ ഒരാ നാടകം കളിച്ച് ഇതിന്റെ മുസ്ലിയാക്കന്മാരുടെയും തങ്ങന്മാരുടെയും അവരേക്കാളും പോലെ കെട്ടിയിട്ട് പോലീസ് പിടിച്ചുകൊണ്ടുപോകണമെന്നോ ഒരാ വിഷമമുണ്ടെന്ന് പറഞ്ഞ് ഒരു ഭാഗത്തെ വെള്ളമായിട്ട് വരിക. ഞാൻ തങ്ങൾക്ക് ആ പതിനൊരു കാഴ്ചക്ക് കിട്ടുക, എന്നിട്ടത് കുടിച്ചാൽ മതി പറയുക. നോക്കി നിങ്ങൾ വളരെ ഇഷ്ടമായ പരിഹാസം. ഞാൻ പറയുന്നു ഈ പരിഹാസം കുഫ്രിയത്തിലേക്ക് നയിക്കണം. എന്തുകൊണ്ട് ഇമാം ബുഖാരി ധരിക്കുന്ന സഹീഹായ ഹദീസിൽ, ഇമാം മുസ്ലിം ധരിക്കുന്ന സഹീഹായ ഹദീസിൽ ധാരാളം സംഭവങ്ങൾ മന്ത്രിക്കൂട്ടിനില്ലേ. ഇവർ പറയാവുന്ന ഖുർആനിന്റെയും സുന്നത്തിന്റെയും ഓരോരുത്തരും ഡീലർമാരാണ് എന്ന. പക്ഷേ പഞ്ചസാര ഗോഡൌണിന്റെ മാനേജറായിട്ടെന്താ ഷുഗറിന്റെ കമ്പനിയിലുണ്ടായ ചായ സ്റ്റോക്ക് കൊടുക്കേണ്ടി അല്ലെ? ആ പഞ്ചസാര ഗോഡിന്റെ മാനേജറാ. അതിട്ടെന്താ പറയുന്നത്? പഞ്ചാര കൂട്ടാൻ പേശിച്ചുകൊണ്ട് അല്ലെ? 4 മാർക്കറ്റിൽ ആടവുള്ള ആളാ. കൊളസ്ട്രോൾ വന്നാൽ ഉറക്ക ചപ്പാത്തി ഇല്ലണ്ട്. നിങ്ങൾ ഖുർആൻ സുന്നത്തിന്റെ ഓൾക്കൂടിലർമാർ പറയാം. പക്ഷെ അതെന്താണ് തുറന്നു നോക്കണ്ട്. എന്നിട്ട് വേണ്ടി നാടകം കഴിക്കാൻ, എന്നിട്ട് വേണ്ടി പരിരക്ഷിക്കാൻ ഇസ്ലാം എന്തോ നാടകം കഴിയും. ഇസ്ലാം രാഷ്ട്രീയ നാടകം കഴിയാണോ, അഭിനയിക്കലാണോ, അഭിനയിക്കലാണോ? നിങ്ങൾ കേട്ടോ, ബഹുമാനപ്പെട്ട മാത്രം വിധിക്കങ്ങളും സഹാബാക്രാം ഇരിക്കുമ്പോൾ ആ ഇരിക്കുന്നവരിലേക്ക് മഹാന്മാരായ സഹാബാക്രാം ഇരിക്കുന്നവരിലേക്ക് വിഷം ചൂണ്ടിയാൽ കൊണ്ടുവരികയാണ്. ആ വിഷം ചൂണ്ടിയാൽ കൊണ്ടുവരുമ്പോൾ മഹാന്മാരായ സഹാബാക്രാമോട് മന്ത്രത്തെ പറ്റി ആവശ്യപ്പെടുമ്പോൾ സഹാബത്തോട് പറയുന്ന വാക്കെന്താണോ കേട്ടോളൂ. നിങ്ങൾ മുറുക്കിപ്പിടിക്കുന്ന ഖുർആൻ സുന്നത്ത് ഈ ഇടത്തൊക്കെ തുറന്നു വെക്കുന്നത്. അപ്പൊ അതിന് കാണുന്നതാണ്, അതിലുള്ളത് ഞങ്ങളിൽ നിന്ന് ഒരാളെ സംശയിച്ചു. റസൂലില്ല, ഞങ്ങൾ റസൂലിന്റെ കൂടെ ഇരിക്കുകയാണ്. കണ്ടോ എന്തോ രസം വേണ്ടിയിട്ടുണ്ട്, ഇൻവെസ്റ്റ് കൊടുക്കണം അല്ല, രസം വേണ്ടിയിട്ടുണ്ട്, കച്ചവടങ്ങളെത്തും അല്ല, മന്ത്രിക്കാനാ പറയുന്നത്. ഹബീബാഹിതവേണ്ടി പറഞ്ഞതോ നിങ്ങൾ തന്നെ ഒരു ശിർക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ, കഴിയുമെങ്കിൽ പ്രോത്സാഹിപ്പിച്ചോളൂ എന്നല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉപകാരം ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളത് ചെയ്തോളൂ. റസൂലുള്ള മന്ത്രിച്ചൂരുണ്ട്, ഇത് സ്വഭാവത്തോട് മന്ത്രിച്ചൂടാൻ പറയാം. അത് റസൂലുള്ളാഹിക്കറിയാം. ഇത് മന്ത്രിച്ചൂരിയായ ഭാവിയിലെ യുദ്ധമായി ഇത് പറയും തങ്ങൾക്ക് മന്ത്രിച്ചൂടാം, മറ്റാർക്കും പാടില്ല. അതിവിടെ വന്നിട്ടാൽ സാമ്പ് എന്ന് സ്വഭാവത്തോട് ചെയ്യാൻ പറയുന്നു. തങ്ങളുടെ സ്വഭാവത്തിൽ മന്ത്രിക്കൂടി കഴിഞ്ഞപ്പോ കാലിന്റെ മനുഷ്യത്തിൽ നിന്നേക്കാൾ കഷ്ടഴിച്ച് വിട്ടതുപോലെ ജോലി സുഖപ്പെട്ടു. ഒരു തൊഴിലാക്കി കൊണ്ടുവന്നു ഒരു കൂട്ടാളുകളാണ്. അങ്ങനെ നിർദ്ദിയോട് ചർച്ച ചെയ്തു. അതിന്റെ വായിക്കുന്ന കഴിവില്ലാത്തത് കൊണ്ട് അത് പറഞ്ഞത് അവസാനം നമ്മൾ ലഭിക്കുന്നവർ ചോദിക്കാം. കാരണം മന്ത്രിക്ക് കിട്ടിയ പൂജ അത് കഴിക്കാൻ പറ്റുമോ, ഒറ്റ കഴിക്കാൻ പറ്റുമോ, എങ്ങനെ കഴിക്കാം? തങ്ങളോട് ചോദിക്കാം, തങ്ങൾ പോപ്പാൻ നഗരത്തിലേക്ക് ഒക്കെ തങ്ങൾ പോപ്പാം. ഞാൻ തന്നു എന്നോട് പറഞ്ഞു വലിയ രക്കമിലേക്ക് ഉപകാരമാണ്. ഇതിനോട് വിഷയങ്ങളൊക്കെ പറഞ്ഞ വിഷയങ്ങൾ പറഞ്ഞു. ഓഹോ, നിങ്ങൾ ഇപ്പോഴും ശുദ്ധവാന്മാരായിട്ട് സംശുദ്ധമായി തോന്നിയതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രബന്ധമായി പ്രചാരണങ്ങളുമായി നാം വ്യവസ്ഥാപിതമായ രീതിയിൽ പ്രവർത്തിക്കാൻ കൃത്യമായ പദ്ധതി ആസൂത്രണം ചെയ്തുകൊണ്ട് മറ്റു വെച്ചുകൊണ്ട് താല്പര്യം നടത്തി നമ്മൾ ഇത്ര വ്യക്തിപരമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടും ഇപ്പോഴും ആളുകളിൽ ഉൾപ്പെട്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആത്മഹത്യ മെമ്പർമാരാക്കാനും അതുപോലെ തന്നെ സംസ്ഥാന കോണ്ടാക്ട് മെമ്പർമാരാക്കാനും കഴിഞ്ഞിട്ടില്ലേ എന്നല്ലേ രസൂലുള്ളത്? റസൂലുള്ളാഹിയുടെ ചോദ്യം പറയാൻ കാരണം ഈ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദും തമ്മിൽ മാറ്റം എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് പെട്ടെന്ന് പറയാൻ മറ്റു മാറ്റാം. മുജാഹിദ് കാര്യം വെച്ചിട്ടുണ്ടെന്ന് പറയും. ആർക്കും ഇതിനെ കേട്ടുപിടിച്ചാൽ ജമാഅക്കാർ പറഞ്ഞ എന്താണ് ഓർക്കും ഇതിനെ കേട്ടവർക്ക് ഇതിനെ പറഞ്ഞിട്ടില്ല. അത് വെച്ചിട്ടാൽ ഉദാഹരണം പറഞ്ഞാൽ ഭാവിക്ക് ഏറ്റും പിടിച്ചാവും പറയും, ഞാൻ തെരുമ്പത്തെ വെച്ചിട്ട് എന്റെ കാരന്റെ പോയിട്ട് ഒന്നത് തെരുവ് അമ്മോ അത് ദേശം കളിച്ചു ജമാഅത്ത് ഇസ്ലാമിക്കാർ വന്നിട്ട് പറയും അങ്ങനെ പറയുന്നു.
അത് സംസ്കാരമായ വാക്കാണ്. എന്താ പറയുന്നത്? കേരളത്തിന്റെ സാഹോദ സാധ്യതക്കൊണ്ട് എല്ലാം തരോടും അത് രണ്ട് സംഭവം. ഈ രീതിയിൽ ആയിരത്തിനോട് കൊണ്ട് കഴിക്കുക അതുപോലെ അറിയാവുന്നുണ്ട്. അതേ സമയം എനിക്ക് അറിഞ്ഞില്ല. അത് പറയുന്നുണ്ട് വിശദമായിട്ടാണ്. ചിന്തിത സ്ഥാനം ഒഴിവാക്കാം. അഹോവത്തിന് വിട്ടുവെക്കണം വെച്ച് ഓരോ പോകുന്നുണ്ട്. ഹബീബ് വിശദമായിട്ട് നോക്കുന്നത് അത് ഇവിടെ റസൂൽ പറയുന്നത് അത് മന്ത്രിക്കാൻ പറ്റുന്നതാണ് നാരായണങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. എല്ലാ ആളുകൾ ബുദ്ധിമാന്മാർ പഠിച്ചോ അല്ലെങ്കിൽ അങ്ങനെ അസമക്കാൻ കാരണം അസബുക്കും നിങ്ങൾ ചെയ്ത പ്രവർത്തനം 100% ക്ലിയറാണ്. ആന്തരിക്കാരാണ് കുറ്റത്തിരിച്ചു കൊടുത്തത്, കൈത്തങ്ങൾ പാർട്ടിയാണ് കുറ്റത്തിരിച്ചു കൊടുത്തത്, ഉള്ളാട്ടുള്ള പാർട്ടിയാണ് കുറ്റത്തിരിച്ചു കൊടുത്തത്. അല്ലാതെ പാർട്ടിയുടെ വിജയത്തിൽ ആർക്കതില്ല എതിർക്കാനോ നാളെ വിളിക്കുന്നവരാണോ ആർക്കതില്ലത് തോന്നിട്ടില്ല. ഇന്നത്തെ പ്രസ്ഥാനപ്പെട്ട വാർത്തകൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങളത് കൊണ്ടതല്ലോ തിരുവക്കണം. കൂട്ടത്തിലൊരു ഇരിക്കും തരണോ? ഇത് മന്ത്രം പഠിച്ചിട്ട് ഉത്തരവാണല്ലോ. അതുകൊണ്ട് ഇരിക്കും തരണോ? നിങ്ങൾ ആ മന്ത്രിക്കൂടാം, അതിന് കാശ് വാങ്ങാം. ഇതാരാ പഠിപ്പിക്കുന്നത്? അതീതായ ലഭിക്കങ്ങൾ പഠിപ്പിക്കുന്നു. ഇമാമുസ്ലിം സന്ദർശിക്കുന്നു ഭരിക്കുന്നു. എന്നിട്ടോ ഈ മന്ത്രങ്ങളെയാ കഴിയാക്കുന്നത് നിങ്ങൾ ചുരുക്കിയിട്ട് സങ്കല്പാക്കാൻ വേഷിധരിച്ചിട്ട് കഴിയാക്കുന്നു. ഓരാ നോക്കിക്കൊള്ളുകളിൽ പിന്നെന്താ ആത്മീയുണ്ടാക്കുന്ന മറ്റൊന്നാണ് അതൊക്കെ വെല്ലുകൊണ്ടത്. ഇതുകൊണ്ട് ഇവരെയാണ് സംസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആളുകൾ ഇപ്പോഴും അതിന് മതി വയ്ക്കുക. അത് കർശ കണ്ടാ തിരിഞ്ഞത് എല്ലാ മാസവും ഈ പോലത്തെ സദസ്സ് കണ്ടിരിക്കുക. ജമാഅത്തുകാർ ഒരു കൊല്ലം മുഴുവൻ മുടികെട്ടി നടക്കുമോ? നടക്കൂടാതെ കൊണ്ട് ഉള്ളിലോ ഇല്ലാത്തവരുടെ ഒത്തിരൊക്കെ ഒഴിച്ചുകൂടാനല്ല. അല്ലാതെ ഇവർ തുറന്ന നേരിട്ടവർക്ക് കഴിഞ്ഞില്ലല്ലോ. അവൻ പറഞ്ഞ സജ്ജിതാമരെ പറ്റുന്ന ഏർപ്പാട്ടിന് വേർന്ന് പോകുന്നത് പറഞ്ഞ അത് ചോദിക്കുന്നത് ഏറ്റിട്ടാണ് പേര് കേൾക്കുമ്പോൾ അല്ലാഹു അക്ബർ ഇല്ല. ഇവർ മുഴുവൻ പേര് കേട്ടാലോ ഇവർ ചെല്ലാൻ ആളുണ്ടാകൂല. ഈ ആവേശം കൂട്ടാതെ എന്താ ചെല്ലേണ്ടതായി ഈ ആവേശത്തോട് മൂട്ടാതെ ചെല്ലേണ്ടതെന്ന് പറയുന്നത് അവസാനം മൂക്കുപൊടി വെച്ച് തുമ്പാൻ കിട്ടാത്ത തെളിവായിട്ട് ഞങ്ങൾക്കങ്ങനെ അതൊക്കെ മുസ്ലിം എടുത്തിട്ടുണ്ട്. താപത്തിൽ എടുത്തിട്ടുണ്ട്. ആവേശം വരുന്ന എന്ത് ചെയ്യാം? ദുഃഖം വരുന്ന എന്ത് ചെയ്യാം? ആത്മീയത എന്ത് ചെയ്യാം? ദേവസ്വന്മാരൊക്കെ എന്ത് ചെയ്യാം? അതൊക്കെ ഹബീബിനെ പഠിപ്പിച്ചതാ, സ്വഭാവത്തിൽ കാണിച്ചതാ. അതനുസരിച്ച് തടസ്സം എനിക്കോ പോരാ. ഇത് ഇന്റർനെറ്റിൽ തുറന്നോക്കിയാൽ ഹാജി സ്വലാത്തിനകത്ത് അതൊക്കെ കഴിച്ചില്ല. യൂറോപ്പിലും താങ്കളൊക്കെ അവിടെ ഓരോന്നും വെച്ചിട്ട് പഠിച്ച തുറന്നേക്കുവാണ്. ലോകാടിസ്ഥാനത്തിൽ കൂട്ടുകൾക്ക് എല്ലാ സ്ഥലത്തും ഇത് ഇംഗ്ലണ്ടിൽ നിന്നും ജർമ്മനിയിൽ വെച്ചപ്പോ മാതൃക സ്വലാത്തിന്റെയും മസ്ജിദ് സമയത്തിന് റിപ്പോർട്ട് മൊത്തത്തിൽ വരും. അതൊക്കെ വരുമ്പോ ഒരുപാട് പൊന്നിക്കുമ്പോ ശരിക്കും അർത്ഥം കൊടുക്കുന്നു പറഞ്ഞ വാദം. ഇത് ഒരു കാലത്ത് വലിയ പുരോഗതിയുടെ ആളുകളായി സമന്വയം വരയ്ക്കുക. ഈ പഴയ സമയത്തോ ആ പുരോഗതികളൊക്കെ മാറി ലോകാടിസ്ഥാനത്തേക്ക് അങ്ങനെ പദ്ധതി നടത്തുക. അവരൊക്കെ കേരളത്തിൽ വരിക. അത് ഒരു ഇത്ര ആളുകളെ പൂർണ്ണ കാണുമ്പോ സ്വാഭാവികത്തിന് അസുഖങ്ങളും അവരുടെ പ്രചരണം എന്താ ഒരു നോട്ടീസ് നിർത്തി വെച്ചിട്ടുണ്ട്. പത്രത്തിൽ പരസ്യം കൊടുത്ത് ആളെ കൂട്ടിയത് നമ്മുടെ നോട്ടീസിന്റെ അന്നത്തിനൊക്കെ ആള് കൂടിയാണെങ്കിൽ കൂടുതൽ ആള് കൂടുക. ഒരു ചോറിനെ കാരണം ആശുപത്രികളൊക്കെ ഉള്ളത് നോട്ടീസ് എല്ലാം കൂടുതൽ ആള് കൂടുമോ? എന്നാൽ മാധ്യമത്തിൽ വന്ന റിപ്പോർട്ട് ജനാൾക്കാരെ എത്ര കൂടുന്നുണ്ടോ? പക്ഷെ ജനങ്ങൾക്ക് മുൻകൂട്ടല്ല. ആത്മീയത്തെ വായിച്ചിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ജനങ്ങൾക്ക് സമാധാനം കിട്ടാൻ ആത്മീയമായതിനോ
ഇത് ഇവിടെ മാത്രം ലോകാത്സവത്തിനും ഹരിതോത്പാക്ക് വെച്ചുണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉള്ളാത്തിന് വെച്ചുണ്ടാക്കാൻ വേണ്ടി മന്ത്രി കൂടിയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കോഴിമുട്ടകളും പൈസൊക്കെ ഉണ്ടാക്കിയാലും എന്നാണ് പറയുന്നത്. അത് നോക്ക് നിങ്ങൾ. അതേ സമയത്ത് ഇത് കണ്ടോ, ഇത് സൗദി അറേബ്യ തലസ്ഥാന റിയാദ്. ആ റിയാദ് നടന്ന പത്രം ഇത് ഏറ്റവും റുപ്പിയ എന്നൊരർത്ഥം മന്ത്രിത്തെ കേരള റിയാദിൽ അവർക്ക് സൗദിയെ ഇന്ന് ജീവിച്ചിട്ട് ഏറ്റവും വേണ്ടത് ആ പള്ളിയുള്ള ആവശ്യമൊക്കെ അയാളെ കാണാൻ വേണ്ടിയിട്ട് കാണാനല്ല പരസ്യത്തിനല്ല അത് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വലിയ വണ്ടി ഞാൻ പോയത്. ആ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് വലത്തഭാഗത്തെ കടയിൽ നിന്ന് പട്ടം കിട്ടി അധികാരിയൊക്കെ വേണ്ടി കയറിയതാ. നോക്കുമ്പോ കണ്ടച്ചേരി പരസ്യ പാകിസ്ഥാന്റെ കട നമുക്ക് വാക്കിനൊടുക്കയ്യ ഇവ മകനോട് ഇരുന്നില്ല. ഒരു കുട്ടി തോന്നി തൊഴിലാണ് 2500 റുപ്യ ഒരു കുട്ടി കേരള നമ്മളെ കേരള 313 ലക്ഷം ഇതിന് ആരോ എടുക്കുന്നത് ഈ ഭാര്യയുണ്ട് മുറിച്ച് ഹോൾസെയിലായിട്ട് വിൽപ്പനാക്കുന്നത് അവർക്കുള്ള അവസരം കിട്ടാൻ കിതാബ് സുന്നത്ത് കിതാബ് സുന്ന ആരാന്റെ കിതാബ് ഒന്നിന്റെ അടുത്തിട്ട് 21 അരയിച്ച ദശാത്തടിച്ച അസാമർത്ഥ്യ അഴിമത്തിലില്ല ഇങ്ങനെ തോന്നിച്ച ജയിച്ചിന്റെ കിതാബുകളില്ല. ഇങ്ങനെയല്ലോ ഈ മക്കളുടെ നോക്കിക്കോ. ലോകാടിസ്ഥാനത്തിൽ നോക്കിയാൽ എവിടെയാ മക്കളില്ലാത്തത്, എവിടെ ആരുടെ പോകാത്തത്, വിശ്വാസത്തോടെ നടത്താത്തത്, മൗലികതയല്ലാത്തത്. പക്ഷേ അതൊക്കെ കേരളത്തിൽ വ്യാപകമായി തരുമ്പോ ചില ആളുകൾക്ക് നടത്തണം എന്ന് കരുതുക. കൂട്ടവിക്രുകളും പ്രാർത്ഥനാ സമ്മേളനങ്ങളും മെഗാ ഇവന്റുകളാക്കി പ്രോത്സാഹിക്കുന്ന രീതിയാണ് മറ്റും. താളത്തിൽ ആരെയും ഉറപ്പിച്ച കൂട്ട് നിൽക്കുകയും കൈപ്പറ്റി പാടലും എന്തുമനുഷ്യാൻ കാണിച്ച് കളിക്കലുമൊക്കെ ആത്മീയത്തിൽ സിംബലിന്റെ അനിവാര്യ ഘടകങ്ങളാണ്. ദേശവും ഭൂഷയും കാര്യവും കർത്താവുമൊക്കെ സന്ദർഭാനുസരണം എടുത്തു പ്രയോഗിക്കാൻ ആത്മീയ ഭൂഷന്മാർക്ക് പ്രത്യേകം എടുക്കുന്നുണ്ട്. വൈദ്യുതയെ സംശയിപ്പിക്കുക ഇതൊക്കെ സ്വന്തം അനുഭവങ്ങൾ പറയുക. ആരും പാടും നമ്മൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ വിശദമായി ലഭിക്കുന്നു. മലായിക്കത്തുള്ള പ്രത്യേക മലക്കുകളുണ്ട്. മലായിക്കത്തൂക്കൾ അന്വേഷിച്ചോ അവസാനം നടക്കണ്ട മലക്കുകൾ വിളിച്ചു പറയുന്നു. അങ്ങനെ ചോദിച്ചതൊക്കെ അവർക്ക് നൽകും. അവസാനം വിശ്വഹൽക്ക് വരെ വന്നത് ഒരു പക്ഷേ വിശ്വഹൽക്കയിൽ വരുന്ന ഉസ്താദിന്റെ ഡ്രൈവറായിട്ടായിരിക്കാം, ഓപ്പറായിട്ടായിരിക്കാം. അദ്ദേഹത്തിന് പോലും പുറത്തു കൊടുത്തു എന്ന് അല്ലാഹുത്താല പറയുന്നത് ഹരിജനിക്കുന്നു. വിഗ്രഹൽക്ക അല്ലെങ്കിൽ ആത്മീയ സദസ്സുകൾ ഇത് ഒരുമിച്ച് കൂട്ടാൻ എന്ന് നബിതങ്ങളെ പഠിപ്പിക്കുന്നു. ഈ ഹദീസ് ഉദ്ദേശിച്ച ശേഷം ആ പ്രശ്നമുള്ള വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നു. ആത്മീയ സദസ്സുകളെയും വിഗ്രഹൽക്കുകളെയും ഒന്നിനും കൊള്ളാത്തതായി ചിത്രീകരിച്ച തോൽവാഴ്ചയുടെ പ്രവർത്തകന്മാരോ അല്ലെങ്കിൽ അവർ പറയുന്നിടത്ത് കുറച്ചൊക്കെ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നവരെ ചിന്തിക്കാൻ ഞാൻ പറയട്ടെ. സത്കാരമുള്ള പുരോഹിതനാണോ, ആത്മീയത കച്ചവടം നടത്തുന്നതാണോ, സത്കാരമുള്ള പഠിപ്പിക്കുന്നു. ഈ ദിക്കറിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നതും ദിക്കറ് ചെല്ലുന്ന ആളുകളും ദിക്കറിന്റെ മനുഷ്യൻ എല്ലാത്തിനും ശ്രേഷ്ഠതയുണ്ട് എന്ന് ഈ പറഞ്ഞ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ സ്വലാത്തിന്റെ ഹൽക്കകളും ദിക്കറിന്റെ ഹൽക്കകളും എല്ലാം മഹാനായ പ്രവാചകൻ അംഗീകരിച്ചതാണ്. എന്നാൽ ഈ
ആത്മീയത കച്ചവടമാണ്, വിശ്വസിച്ച കച്ചവടമാണ്. അവന്റെ ആത്മീയത എന്ന് പറയുന്നത് മാത്രമല്ലോ അവൻ നടത്തുന്ന പ്രവർത്തനം എന്തോ നിങ്ങളെ 1996 ജനുവരി 6 ഇസ്ലാമിയ കോളേജ് ശാന്തപുരം 41ാം വാർഷിക സമ്മേളനം കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഏറ്റവും ടോപ്പ് സ്ഥാപനം. ആ സ്ഥാപനത്തിന് 41ാം വാർഷികം. അതിലെ കലാപരിപാടികൾ നമ്മളെ വാർഷികത്തിന്റെ പരിപാടികൾ ഉണ്ടാവാറുള്ളത് ഒന്ന് ഉത്ബോധന പ്രസംഗം, 2 സമ്മേളനം. ആ സമ്മേളനത്തെ ശരിക്കും നമ്മൾ എതിരേതയിൽ വിശദമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ ഇവർക്ക് വന്ന കവിമറി ആടം പറഞ്ഞു അങ്ങാടി നിലപാടിന് വന്നതുപോലെ ഇപ്പോഴത്തെ സോണിലാറ്റിന്റെ പിള്ളേർക്ക് അറിയുണ്ട് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയതെങ്ങനെയാണെന്ന്. സത്യത്തെ ജമാഅത്ത് ഇസ്ലാമി 1941 രൂപീകരിക്കുമ്പോൾ തന്നെ മൗദൂദി ആരംഭിച്ചത് വിവാഹസമ്മേളനത്തോടു കൂടെയാണ്. അതിൽ ഇവരുടെ ലഘുലേഖയിൽ പ്രത്യേകം വിമർശിച്ചത് കൊണ്ട് ആ ഭാഗം മാത്രം ഞാനൊന്ന് വായിക്കുക. ഇതിന്റെ ജമാഅത്ത് ഇസ്ലാമിയുടെ രൂപീകരണ പശ്ചാത്തലം വിശദീകരിച്ച ശേഷം അവർ വ്യക്തമായി പറഞ്ഞു ബാങ്ക് വെച്ച് കഴിഞ്ഞപ്പോ ഉള്ള വസങ്കാരികളെ കൊണ്ട് നന്ദിനെ നൽകുക പ്രാർത്ഥന തുടങ്ങി. ലോക് ഹുദാക്കെ ഹുജൂറിനെ റോട്ട് റോട്ട് അങ്ങനെ എന്ത് ചെയ്തു? കുറച്ചു നേരം അതിന് സമ്മേളനം എന്ന് പറഞ്ഞാൽ ആന കുമ്പിട്ടാണല്ലോ കുറെ നേരം വിചാരിച്ചല്ലേ. അങ്ങനെ നിസ്സറിഞ്ഞ് അവർക്ക് അങ്ങോട്ട് മുഴുകി പോരാ. ആ ദിവസം കഴിഞ്ഞപ്പോ അവസാനം എന്ത് ചെയ്തു? ജില്ലാഹുർ മൗദൂദി സാഹിബിനെ ഏറ്റവും മുഖ്തസംസ്കൃതി എല്ലാം കഴിഞ്ഞപ്പോ മൗദൂദിനോട് കേട്ടാല്ല. അത് പിന്നെയും വന്നു സമ്മേളനോ എന്നിട്ടിപ്പോ ലഘുലേഖിട്ട് വരിക. വ്യാസമേറ്റ് ഇവർ വ്യാസമേറ്റ് ആയിരിക്കുന്നില്ല. കാരണം നാടൻ കഴിക്കുന്ന ആൾക്കാർ ഉയർന്നാൽ സ്വാഭാവികമായിട്ട് ആയിരിക്കില്ല. ഉറപ്പല്ല. കുടിക്കുന്നത് കുറുക്കല്ലാക്കുന്നത് ഓരോ ആളുകൾ ചെയ്യേണ്ടവർ ചെയ്യേണ്ടത് ചെയ്യണം. നിങ്ങൾ നടത്തുന്ന ആത്മീയത കപടാത്മീയത, കച്ചവടാത്മീയത, മന്ത്രവും ഉറുപ്പിൽ കപടാത്മീയത, അതേപോലെ തന്നെ സ്വരാജ്യത്തെ കപടാത്മീയത, കച്ചവടാത്മീയത. എന്നാൽ വജ്രാത്മീയതയാണ് അത് അഭിനയാത്മീയത. കേട്ടോളൂ, കലാപരിപാടികൾ സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്ന റസൂലുള്ളാഹിയുടെ മുസ്ലിമിന്റെ സുന്നത്ത. കേട്ടോളൂ, മുസ്ലിം ശരീഅത്ത് നയിക്കുന്ന ധാരണ. നമ്മൾ ഇവർക്ക് മുസ്ലിം ശരീഅത്ത് നയിക്കുന്ന ധാരണ ഉത്ബോധനം ആരാ ബഹുമാനപ്പെട്ട ചികിത്സ നമുക്ക് നേട്ടപ്പെട്ട് ആക്ഷേപഹാസ്യ കാവ്യ ശില്പം ഇന്ത്യൻ അറിവിന് അർത്ഥം വെച്ച മുഴുവൻ മകൾ വിയർത്താം ജനതാര സ്ത്രീ സൈനിക ശില്പം അന്തേവാസി ലഘു നാടകം കേന്ദ്ര സഭയിലെ ശ്രീരാം ദേശികൾ വിയർത്താം വാസ്തു ചന്ദ്രോദയം സാമൂഹ്യ നാടകം ആശയമത്സരില്ല. ആശയഹാസ്യ നാടകം അല്ലയോ നാടകം അഭിനയിക്കുന്നവരെ, മഹാന്മാരായ പണ്ഡിതന്മാർ വേഷം കെട്ടിയിട്ടോ അന്യ മതസ്ഥരുടെ മുമ്പിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന, ഇസ്ലാമിനെ പരിഹാസ്യരാക്കുന്ന നാടകത്തിൽ അഭിനയിതാക്കളെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ ആത്മീയമായ നേതാക്കന്മാർ പറഞ്ഞ് എഴുത്തുകൂടി സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അസ്തഗ്ഫിറുല്ലാഹും തസ്ബീഹുകളും ചൊല്ലി അർഹമുർറാഹിമായ റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ ആ ദുആയെ പ്രകടിപ്പിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ കോലം കെട്ടി ഓർമ്മയുണ്ടാക്കാനും മഹാന്മാരായ സയ്യിദന്മാരുടെ വേഷം കെട്ടിയിട്ട് ജനങ്ങൾക്ക് ഇസ്ലാമെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഏകാത്മീയ പ്രവർത്തനത്തിൽ കുറിച്ചവരെ ഞാൻ ചോദിക്കട്ടെ, അഭിനയാണോ അത്യുന്നത, നാടകമാണോ അത്യുന്നത? അതെല്ലാം ഞാൻ ചോദിക്കുന്നു. ഒപ്പനയാണോ അത്യുന്നത, ഓൽക്കലിയാണോ അത്യുന്നത, എന്താണ് അത്യുന്നത? ആത്മീയത എന്ന് പറഞ്ഞാൽ നാടകം കഴിക്കലല്ല എന്നല്ല, മറ്റേതെങ്കിലും ടീമിന്റെ വേഷം ധരിക്കലും നാടകം ധരിക്കലും അതുപോലെ തന്നെ പ്രയോഗിക്കലും അള്ളാഹുവിന്റെ ഇതിന്റെ ബാഹുക്കൾക്ക്
മനസ്സിലായി തന്നെ കാണാം. النبي صلى الله عليه وسلم المخلفين من الرجال والمترجلات من النساء والمتصدقات من النساء بالرجال കോലകത്തിലാകുന്നവർ മുറുക്കി പിടിക്കാതെ പൊണ്ണു നോക്കിക്കോ. കോലകത്തുന്നവർ ആണ് പെണ്ണിന്റെ വർണ്ണത്തുന്നതോ ആണിന്റെ വർണ്ണത്തുന്നതോ മാതാമന്താണ് വയ്യാകുന്നതോ അങ്ങനെ പണിക്കുന്നത് അള്ളാഹു ശപിച്ചവരാണോ? അള്ളാഹുവിന്റെ ചൂട് പറഞ്ഞിട്ട് നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലേ? എന്നാ പിടിച്ചോ, നിങ്ങൾ നേതാവ് അബുല്ലാമോദൂരി അദ്ദേഹം നൽകിയ വ്യാഖ്യാനത്തിൽ അദ്ദേഹം എടുത്തു കൊടുത്തത് നിങ്ങൾ പരിഭാഷപ്പെടുത്തിയത് ഞാനൊന്ന് വായിക്കാൻ പറ്റുള്ളൂ. പൂർണ്ണമായ മറക്കുന്നതാകണമെന്ന് അതിന്റെ വസ്ത്രം അധികാരത്തിനെതിരെ കവിഞ്ഞതോ ധരിക്കുന്നയാളുടെ നിലപാടിൽ നിന്ന് താഴ്ന്നതോ ആകരുത്. അഹങ്കാരം, ദമ്പ്, പ്രകടനാത്മകത, അപരനാട്യം മുതലായവയെ ജ്യോതിപ്പിക്കുന്നതുമാകരുത്. അപ്രകാരം തന്നെ പുരുഷൻ സ്ത്രീവേഷം കെട്ടുവാനും സ്ത്രീ പുരുഷവേഷം അറിയുവാനും പ്രേരിപ്പിക്കുന്നതോ ഒരു ജനത മറ്റൊരു ജനതയുടെ കോലം കെട്ടുവാൻ ബന്ധപ്പെട്ടുകൊണ്ട് നിന്യതയുടെ പ്രതിരൂപമായി സ്വയം തരം താഴുവാൻ കാരണമാകുന്നതോ ആയ മാനസിക രോഗങ്ങളെ പ്രകടിപ്പിക്കുന്നതും ആകരുത്. മൗദൂദിയുടെ വ്യാഖ്യാനപ്രകാരം തൊഴിലാളിക്കാരെ വിളിക്കാൻ മാനസിക രോഗികൾ ഒരു തരം നിശ്ചീലിയെ ബാധിച്ചവര് എന്റെ വകയല്ല. മൗദൂദിയ പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് നിങ്ങൾക്ക് പോരാ, നിങ്ങൾക്ക് പോരാ എങ്കിൽ മൗദൂദി എന്ന് പറയുന്നു ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്. ഈ അന്വേഷിക്കൊണ്ടുപോകുന്നില്ല. ഇതെല്ലാം സംഭവിച്ചതിന്റെ കാരണം എന്താണ്? अपने युद्धों से उठार देगा പാരമ്പര്യമായി കിട്ടിയമായ ആദർശം പൊട്ടിച്ചെറിഞ്ഞ് മൗദൂദിയുടെ തലയിൽ നല്ലതെന്ന് തോന്നുന്ന ആശയം അവരെ വെച്ചപ്പോൾ ഹറാം ഹേ ഒരു വോട്ട് വേണാതി ഹറാമി ഹേ. ജനാധിപത്യ വ്യവസ്ഥയിൽ മെമ്പറാകൽ ഹറാമാണ്, വോട്ട് ചെയ്യൽ പോലും ഹറാമാണ് എന്നേരി വന്ന ഉസ്മത്തിലായ വിവാദങ്ങൾ നടത്തിയാണ്. അതിമുരുമാറി ചിറ്റോടെത്തി ഇഖാമത്തുദ്ദീൻ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം. എന്നിട്ടിപ്പോ ഇപ്പോൾ വോട്ടിന് കുഴപ്പമില്ല എന്നല്ല, ഞങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദന്മാരും അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കമറിനെ പോലെ പണ്ഡിതന്മാരെ കടന്നു വരുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇത് കണ്ടിട്ട് സ്വീകരിക്കാറുണ്ട്. ആ സ്വീകരണം ഞങ്ങൾ കാര്യമായിട്ടും കൊണ്ടും അവരോടുള്ള ബഹുമാനങ്ങളുമാണ് നടത്തുന്നത്. അത് നടത്തണം എന്ന് ഖുർആനിന്റെ അധ്യാപനമാണ്. എന്തോ അള്ളാഹുവിന്റെ ഖുർആൻ പ്രഖ്യാപിച്ചപ്പോൾ ആ കാണാം മഹാന്മാരായ റസൂലുള്ളാഹിയുടെ കുടുംബക്കാർ, ആ കുടുംബക്കാർ ഇസ്ലാമാക്കലും സാധുവാക്കലും ഹിജ്റാമാക്കലുമാണ്. ആ പറഞ്ഞായിരുന്നു ഇവരിതൊക്കെ നമ്മൾ തെറ്റിദ്ധരി ചെല്ലുമ്പോ കൈ ചുണ്ടിക്കുമ്പോ ഇവരോ അത് അല്ലാഹുമായി അല്ലെങ്കിൽ ആ ആത്മീയത ദൂഷണമല്ല, അത് ആത്മീയതയാണ്. അതേ സമയത്തോ എറണാകുളത്ത് നേതാപ്പക്കൾ വന്നു റളിയല്ലാഹു ചൊല്ലിക്കൊണ്ട ആ നേതാപ്പക്കൾ വന്നപ്പോ പോകുന്ന സമയത്ത് മുമ്പ് കേൾക്കാൻ നടക്കും, ചിലപ്പോൾ പുറകിലേക്ക് നിൽക്കും, ഇന്ന് പണ്ടിലേക്കും ഇന്ന് ദേശത്തിലേക്ക് എന്റെ സത്യത്തെ വരുന്നുണ്ടോ നോക്കാം. ഈ കോലത്തിലാണ് നേതാപരിഷ്കരണ പെണ്ണുകളെ സ്വീകരിച്ചാണ് തീർക്കും വാർവൽക്കം പറഞ്ഞുകൊണ്ടുവരുന്നത്. അല്ലാഹു അക്ബർ ആത്മീയത ചൂഷണം ചെയ്യില്ല. തീർക്കും വാർവൽക്കം അത് സ്വർഗത്തിലേക്ക് ഡയറക്റ്റ് ദിശ അല്ലേ. ഇത് തീർച്ചയായും ആവശ്യപ്പെടുന്നത് നമ്മൾ സന്ദേഹം തുടങ്ങുമ്പോ മഹാന്മാരും അക്ബറിൽ പോയിട്ട് അനുഗ്രഹമായി കൊടിയുമായിട്ട് വന്നാൽ അന്ധവിശ്വാസം, അനാചാരം, ഇവര് സന്ദേഹം തുടങ്ങുമ്പോഴോ സാക്ഷിമടയിലെ മൈവന്നയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് അവരുടെ ചോദ്യാറ്റ് സമയം പറയുന്നത് എല്ലാ കെട്ടുകൊള്ളുന്നവരുടെ കയ്യിലുണ്ട്. ഒരുപാട് പ്രദർശിപ്പിച്ചതാ ഇന്നത്തെ കയ്യിലൊക്കെ നിങ്ങൾക്ക് സംഭരിക്കേണ്ടി വന്നതോ ഒറിജിനൽ ആത്മീയതയിൽ നിന്ന് തിരിച്ചറിയാതെ പോരുകണ്ട. അതുകൊണ്ട് അതിനുള്ള
പരിഹാര മാർഗം ഒരൊറ്റ മാർഗം മാത്രമാണ്. ഏതാണ് മാർഗം? ഏതിലേക്ക് തന്നെ പറഞ്ഞിട്ട് നമുക്ക് പ്രവാചകന്മാരുടെ പാരമ്പര്യത്തിലേക്ക് മടങ്ങി ആത്മീയതയുടെ യഥാർത്ഥ മാതൃക വീണ്ടെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. സാധിക്കേണ്ടതുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ആ ഭാഗത്തിലാവുന്നത് നിങ്ങൾ ജമാഅത്താൻകാർക്കാണ് എതിരാകരിച്ചത്. അതൊക്കെ പറയുന്നു, അത്തരമൊരു ആത്മീയത നമ്മെ കളങ്കങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കും, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ധാർമ്മികതയുടെ പിൻബലം നൽകും, നീതിയുടെ പോർക്കളങ്ങൾ നമ്മെ ഉറപ്പിച്ചു നിർത്തും, മർജികളുടെ കണ്ണീരപ്പാൽ നമ്മുടെ കൈകൾക്ക് കരുത്ത് നൽകും. അൽഹംദുലില്ലാഹ്. അതെല്ലാം ഞങ്ങളും പറയുന്നത് റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഖ്വാനിനാ الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. أرحم الراحمين رബ്ബേ, മുൻകാലത്ത് വിശ്വാസരംഗത്ത് മുൻകഴിഞ്ഞുപോയ നേതാക്കന്മാർ അനുഭാവം ചെയ്യാൻ, അവരെ ബഹുമാനിക്കാൻ, ആദരിക്കാൻ, അവർക്ക് പുറത്തു കൊടുക്കുന്നപ്പോ അവരെ ഫോളോ ചെയ്യാൻ അവർക്ക് തോപ്പിക്കുന്നപ്പോ പോരാ. ഒരു ചെറിയ വെറുപ്പ് പോലും മുൻകഴിഞ്ഞ തലമുറയോട് ഞങ്ങളുടെ മനസ്സിലുണ്ടാക്കരുത് എന്ന പ്രാർത്ഥന, അത് ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. സുന്നത്ത് മാത്രം നടത്തുന്ന പ്രാർത്ഥനയാണോ? ജമാഅത്ത് ഇസ്ലാമിയുടെ ഉത്താക്കേണ്ട, അത് പൊട്ടിച്ചെറിഞ്ഞതാണ്. അതുകൊണ്ട് ആ പൊട്ടിച്ചെറിഞ്ഞ തന്നെയ അതൊന്ന് വളർത്തിച്ചേർത്ത് ഖുർആൻ പഠിപ്പിച്ച പാരമ്പര്യ ആത്മീയ ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ അതിനകപ്പെട്ടു പോയ സാധിച്ചത് വെളിയത്തോടെ ക്ഷണിച്ച് ഒന്നുകൂടെ പറയുന്നു. ആത്മീയത അത് അനുഭൂതിയാണ്, അത് അനുഭവമാണ്, അനുഭവിച്ച ഭാവത്ത് കാണിച്ചതാണ്. അതാണ് നമുക്കുള്ള മാതൃക. അത് അഭിനയം അല്ല. അല്ലാഹു സത്യം മനസ്സിലാക്കി പറയാൻ കേൾക്കാൻ മുമ്പൊക്കെ നമുക്ക് തോൽപ്പിക്കുമാറാകട്ടെ. ആത്മീയ നേതൃത്വം നൽകുന്ന സാധാത്തുക്കൾ പണ്ഡിതന്മാർ റഹ്മായ റബ്ബ് ആത്മീയത്തിൽ ദീർഘായുസ്സവർക്ക് നൽകുമാറാകട്ടെ. അവരുടെ പിന്നിൽ ഒറ്റക്കെട്ടായി അണിനിരന്ന് ആത്മാർത്ഥമായി തീർത്ഥമായ ചില ഹിദ്മത്തിന് ദീർഘനാൾ അല്ലാഹു തുറസിക്കുമാറാകട്ടെ. സുഖലോകതീർഘത്തിൽ ആത്മീയ നേതാക്കളോടൊന്നിച്ച് കുടുംബസമേതം വിരസിച്ച ബന്ധത്തോടെ സംഘടനാ പ്രവർത്തകർക്കൊപ്പം ഒരുമിച്ചുകൂടാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. വാക്കുകൾ ദേവായ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹത്തിന്റെയും അംഗീകാരത്തിന്റെയും ചെറുഭാവങ്ങൾ പോലും ജീവനായി കരുതുന്ന മനുഷ്യജന്മങ്ങളുണ്ട് നമുക്കിടയിൽ. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുകയും ആട്ടിയോടിക്കപ്പെടുകയും ചെയ്തവർ, അനാഥർ, ആലംബഹീനർ, ശാരീരിക മാനസിക വൈകല്യങ്ങൾ ബാധിച്ചവർ, പ്രകൃതി ദുരന്തങ്ങളിലും ദുരിതങ്ങളിലും അകപ്പെട്ടവർ, നിസ്സഹായമായ ഈ ജീവിതങ്ങളിലേക്ക് ആശയും പ്രകാശവും കോരിയിടുകയാണ് മഅദിനു സഖാഫത്തുൽ ഇസ്ലാമിയ. അന്നവും അറിവും നൽകി പുതിയ ജീവിത സ്വപ്നങ്ങളിലേക്കും പ്രതീക്ഷകളിലേക്കും മഅദിൻ വഴി നടത്തുന്നു. കിൻഡർഗാർട്ടൻ തൊട്ട് ബിരുദാനന്തര തലം വരെയുള്ള പഠനങ്ങൾക്ക് സൗകര്യമൊരുക്കുന്ന മഅദിൻ ക്യാമ്പസ് അറിവിനെ അമൃതായി കരുതുന്നവരുടെ ആശ്രയ കേന്ദ്രമാണ്. ആയിരക്കണക്കിന് കുരുന്നുകൾക്ക് അറിവും അന്നവും നൽകി മഹത്തായൊരു വിജ്ഞാന വിപ്ലവത്തിന് തിരികൊളുത്തിയിരിക്കുകയാണിവിടെ. വിനീതമായ അടിത്തറയിൽ നിന്നുകൊണ്ട് അനന്ത സാധ്യതകളുടെ പ്രകാശവാതിലുകളാണ് മഅദിൻ തുറന്നിടുന്നത്. മഅദിൻ ക്യാമ്പസിലേക്ക് ഒഴുകിയെത്തുന്ന ജനലക്ഷങ്ങൾ ഈ സ്ഥാപനത്തെ ഒരു മഹാപ്രസ്ഥാനമാക്കി മാറ്റിയിരിക്കുന്നു. ജനമനസ്സുകളിലാണ് ഈ പ്രസ്ഥാനത്തിന്റെ വേരുകൾ.
ജനങ്ങളുടെ കഷ്ടപ്പാടുകളിലേക്കും ദൈന്യതകളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഈ ക്യാമ്പസിനെ ജീവസുറ്റതാക്കുന്നു. നൊമ്പരങ്ങൾ ഇറക്കി വയ്ക്കാനും അള്ളാഹുവിന്റെ കൃപാകടാക്ഷങ്ങൾ ഇരുന്നു വാങ്ങാനുമുള്ള പ്രാർത്ഥന നഗരിയാണെന്ന് വിശ്വാസികൾക്ക് സ്വലാത്ത് നഗർ. മതധാർമ്മിക മൂല്യങ്ങളുടെ അന്തസത്ത തേടുന്ന അധ്യാപനങ്ങളും ഉത്ബോധനങ്ങളും നാടിന്റെ ഐക്യവും സമാധാനവും ഊട്ടിയുറപ്പിക്കുന്നതാണ്. ബുദ്ധിമാന്ദ്യ പരിചരണ കേന്ദ്രം, അനാഥാലയം, അന്ധവിദ്യാലയം, ബദിര വിദ്യാലയം, ശരീഅത്ത് കോളേജ്, തഹ്ഫീലുൽ ഖുർആൻ കോളേജ്, റെസിഡൻഷ്യൽ സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂൾ, ദൗവ കോളേജ്, ബോർഡിംഗ് സ്കൂൾ, ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ, സ്കൂൾ ഓഫ് ഖുർആൻ, പബ്ലിഷിംഗ് സെന്റർ, സ്കൂൾ ഓഫ് ജേർണലിസം, കമ്പ്യൂട്ടർ സെന്റർ എന്നീ സ്ഥാപനങ്ങളാണ് മഅദിൻ ഏറ്റെടുത്ത് നടത്തുന്നത്. ഇവയ്ക്ക് പുറമെ വിജ്ഞാന കാരുണ്യ സംരംഭങ്ങളായ കാരുണ്യത്തിന്റെ കൈനീട്ടം, വിജയരേഖ, റൈറ്റേഴ്സ് ഫോറം, മോറൽ സ്റ്റഡി സെന്റർ തുടങ്ങിയവയും സ്ഥാപനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. ഈ ജൈത്രയാത്രയുടെ ഭാഗമാകാൻ നിങ്ങളെയും ക്ഷണിക്കുകയാണ്. മഅദിൻ ക്യാമ്പസിലെ കാരുണ്യ സ്ഥാപനങ്ങളിലെ ഒരു വിദ്യാർത്ഥിയെ ഒരു വർഷത്തേക്ക് ദത്തെടുക്കുന്നതിന് 13,142 രൂപയാണ് വേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പബ്ലിക് റിലേഷൻസ് ഡിവിഷൻ, സ്വലാത്ത് നഗർ, മലപ്പുറം. ഫോൺ 0483-273-8343, 273-7076, ഫാക്സ് 0483-273-1145. വെബ്സൈറ്റ് www.mahadinonline.org.